നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 23, 24 ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കി പറയാനാണ് ഇതിൽ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ മാർച്ച് 23 വെളുപ്പിന് 4:13 AM മുതൽ മാർച്ച് 25 രാവിലെ 6:17 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ആദ്യം നമുക്ക് രാഹുകാലം നോക്കാം. 23-ാം തീയതി രാവിലെ 8:03 AM മുതൽ രാവിലെ 9:33 AM വരെയാണ് രാഹുകാലം. 23-ാം തീയതി 24-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3:33 PM മുതൽ വൈകിട്ട് 5:03 PM വരെയാണ് 24-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. പിന്നെ ഇത് ഒക്കെ പറഞ്ഞു തരുന്നതിന് ദയവേത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പിൽ ബന്ധപ്പെടുക, ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ ആദ്യം മേടം രാശി. അപ്പോൾ ആദ്യം പറയാം. ചന്ദ്രൻ ഉച്ചരാശിയായ ഇടവത്തിലാണ് നിൽക്കുന്നത്. പൊതുവെ 12 രാശിക്കാർക്ക് അതിൻ്റെ ഒരു ചെറിയ നേട്ടം ലഭിക്കും. ആദ്യം മേടം രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. പിതൃസ്വത്ത് ലഭിക്കാം, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, നിയമപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാവും, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. എങ്കിലും ഇവർക്ക് സൂര്യനും ശനിയും പ്രതികൂലമാണ്. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ചന്ദ്രൻ ഉൾപ്പെടെ അനുകൂലമാണ്. ഓക്കെ. അപ്പോൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് ആരോഗ്യ കാര്യത്തിൽ മെച്ചമുണ്ടാവും, അല്പ സൗന്ദര്യവും വർദ്ധിക്കും. ഓക്കെ. പിന്നെ സർവ്വവിധ സൗഭാഗ്യം. വ്യാഴം അനുകൂലമാണ്. അപ്പോൾ സർവ്വവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ. ചന്ദ്രനും ശുക്രനും വ്യാഴവും അനുകൂലമാണ്. അപ്പോൾ ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും, പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടും, സമൂഹത്തിൽ ഉന്നതരുമായിട്ട് ബന്ധപ്പെട്ട് സൗഹൃദം സ്ഥാപിച്ച് അവരിൽ നിന്ന് ആ സൗഹൃദം വഴി ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നേട്ടങ്ങളുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, പിതൃ സ്വത്ത് ലഭിക്കാം. ഈ മാസം, അതായത് മീനമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ അനുഭവപ്പെടും. നിയമപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാവും.
കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ശനി അനുകൂലമാണ്. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ശനി അനുകൂലമാണ്. അപ്പോൾ സർവകാര്യ വിജയം, നിങ്ങൾ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയ സാധ്യതയുണ്ട്. പിന്നെ സാങ്കേതിക മികവുകൊണ്ട് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ 12 രാശികളിൽ വെച്ച് ഏറ്റവും നേട്ടം വരാൻ പോകുന്നത് ഇടവൻ രാശിക്കാണ്. ഓക്കെ, ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിര ആദ്യ 2 പാദം. ഇനി മിഥുനം രാശി മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ചന്ദ്രൻ ഇവിടെ 12ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും അത് ഉച്ചരാശിയിലായതുകൊണ്ട് പ്രശ്നങ്ങൾ കുറയും. ഇവർ തിങ്കളാഴ്ച ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് കുറച്ചെങ്കിലും ലഭിക്കുക. അത് ഈ മീനമാസം മുഴുവൻ ഉണ്ടാവും. ഭാഗ്യപരീക്ഷകളിൽ ചെറിയ സാധ്യതയുണ്ട്. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കർക്കിടകം രാശി പുണർതം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വയും സർപ്പവും അപകടങ്ങൾക്ക് സാധ്യതയുണ്ടാക്കുന്നു. അപ്പോൾ കരുതലെടുക്കുക. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോൾ അത് ചൊവ്വ പ്രതികൂലം അല്ലെങ്കിലും വാഹനമൊക്കെ നമ്മൾ എപ്പോഴും നേരെ മര്യാദയ്ക്ക് ഓടിക്കുക. ഓക്കെ, അപകടങ്ങളൊന്നും വരാതിരിക്കട്ടെ, ആർക്കും അപകടങ്ങളൊന്നും വരാതിരിക്കട്ടെ. പിന്നെ തീപ്പൊള്ളൽ, വീഴ്ച തുടങ്ങിയതൊക്കെ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് കുറച്ച് ബെറ്ററാവുന്ന ദിവസങ്ങളാണ്. എങ്കിലും ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമാണ്. ആ കാര്യം ഈ ചൊവ്വയും സർപ്പമൊക്കെ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ചൊവ്വ പക്ഷേ ഏപ്രിൽ 2-ാം തീയതി മറ്റോ മാറുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ബെറ്ററാവും കാര്യങ്ങൾ. എങ്കിലും വ്യാഴം 12ാം ഭാവത്തിൽ തുടരുന്നു. പക്ഷേ അത് ജൂൺ 2-ാം തീയതി മറ്റോ മാറുന്നുണ്ട്. അത് കുറച്ചുകൂടി ബെറ്ററാവും ഗുണദോഷ സമയം. അപ്പോൾ കർക്കിടക രാശിക്ക് കുറച്ച് ബെറ്ററായിട്ടുള്ള സമയമൊക്കെ വരാൻ തുടങ്ങുന്നു. ഓക്കെ, ഈ ദിവസങ്ങളിൽ ഇവർക്ക് ഒരു പരിധിവരെ ധനവരവ് കാണുന്നു. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഒരു പരിധിവരെ ഉണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും ഒരു പരിധിവരെ. കർക്കിടക രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ ഇമ്മിണി പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി ചിങ്ങം രാശി മകം പൂര ഉത്തരം ആദ്യ പാദം. ഇവർക്ക് ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം ഇവ അനുകൂലമായിട്ട് നിൽക്കുന്നു. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ ഇതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. കാരണം 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അതിൽ തന്നെ 5 എണ്ണം പാപഗ്രഹങ്ങളാണ്. അപ്പോൾ ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമെന്ന് പറയാൻ പറ്റില്ല. അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. കഴിവതും ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുകേൾക്കുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, ഞായറാഴ്ച ശിവന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. അഷ്ടമ ശനിയാണ്. ഓക്കെ, അത്ര നല്ല ദിവസങ്ങളൊന്നുമല്ല ഇവർക്ക്. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാം. ഓക്കെ, ചിങ്ങം രാശി. ഇനി കന്നിരാശി ഉത്രം അവസാന 3 പാദം, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് 7-ാം ഭാവത്തിൽ സൂര്യനും ശനിയും കൂടി നിൽക്കുന്നു. അപ്പോൾ ജീവിത പങ്കാളിയായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സ്
ജീവിത പങ്കാളി തന്നെ ആവണമെന്നില്ല, ഓപ്പോസിറ്റ് സെക്സുമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ബുദ്ധിപൂർവ്വം, കൗശലപൂർവ്വം, വിവേകപൂർവ്വം അതൊക്കെ പരിഹരിക്കുക. ഇവർക്ക് ചൊവ്വ അനുകൂലമാണ്. അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒരു പരിധി വരെ ഉയർച്ചയുണ്ടാവും. നിയമ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റമുണ്ടാവും. ചെറിയ രീതിയിൽ ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. പൊതുവെ കന്യരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഞായറാഴ്ച ശിവന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവിടെ ചന്ദ്രൻ പ്രതികൂലമായിട്ട് നിൽക്കുകയാണെങ്കിലും 8ാം ഭാവത്തിൽ അഷ്ടമത്തിൽ നിൽക്കുകയാണെങ്കിലും ഇവർക്ക് ഉച്ചരാശിയിലാണ് ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നത്. അപ്പോൾ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. എങ്കിലും ശിവക്ഷേത്രങ്ങളിൽ നമ്മൾ ദർശനം നടത്തുന്നത് നന്നായിരിക്കും. പിന്നെ അഷ്ടമത്തിലാണ് ചന്ദ്രൻ. അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ പ്രവർത്തനങ്ങൾ പാടില്ല, കഴിവത് ഒഴിവാക്കുക. ഓക്കെ. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. പിതൃസ്വത്ത് ലഭിക്കാം, പിതൃഗുണം, സന്താന നേട്ടം, തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഈ മീനമാസം മുഴുവനുണ്ട്. അതിശക്തമായിട്ട് ശനിയും വ്യാഴവും അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും വിജയസാധ്യതയുണ്ട്. സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങളുണ്ടാക്കാൻ പറ്റും. പിന്നെ വ്യാഴം അനുകൂലമായതുകൊണ്ട് സർവ്വവിധ സൗഭാഗ്യം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ തുലാം രാശിക്ക് ഗുണാധിക്യമാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പറയുന്നത്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചൊവ്വയും വ്യാഴവും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ചന്ദ്രൻ, ശുക്രൻ, ബുധൻ ഇവ അനുകൂലമാണ്. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഒരു പരിധിവരെ വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനി കണ്ടകശനിയായിട്ട് തുടരുന്നു. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ബന്ധങ്ങൾ ഊഷ്മളമാവും. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ കുറയും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. കലാസാഹിത്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ നേട്ടമുണ്ടാവും. ഭൗതിക സുഖങ്ങൾ. പിന്നെ ചൊവ്വ അനുകൂലമായതിനാൽ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും. ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മകരം രാശി. ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴം പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനി അനുകൂലമാണ്. അപ്പോൾ ഒരു വിജയസാധ്യത ഏത് കാര്യത്തിനും ഇവർക്ക് ഉണ്ടാവും. സാങ്കേതിക മികവ് പ്രകടിപ്പിക്കും. പിന്നെ സൂര്യനും അനുകൂലമാണ് ഇവിടെ. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഈ മീനമാസം മുഴുവൻ ഉണ്ടാവും.
സന്താന നേട്ടം, പിതൃഗുണം ഇവ അനുഭവപ്പെടും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴം പിന്നെ ശിഖിയും പ്രതികൂലമാണ്. അത്രയേ ഉള്ളൂ. ബാക്കി ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു, 3 ഗ്രഹങ്ങൾ. അപ്പോൾ ടോട്ടൽ ഏകദേശം വ്യാഴത്തിൻ്റെ ആ പ്രതികൂലാവസ്ഥ നമുക്ക് മറികടക്കാൻ കഴിഞ്ഞാൽ ഗുണാധിക്യമുള്ള ദിവസങ്ങളായി ഈ ദിവസങ്ങളെ മാറ്റാൻ പറ്റും. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കുംഭം രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യം 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇവർക്ക് 4 പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഒരു പരിധി വരെ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഒരു പരിധിവരെ ഭൗതിക സുഖങ്ങളും ഒരു പരിധിവരെ ഇവർക്ക് ലഭിക്കാം. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്തിരട്ടാതി രേവതി. മീനം രാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. 4 പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. സൂര്യനും ശനിയും ജന്മത്തിൽ നിൽക്കുന്നു. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. അപകടങ്ങൾ കരുതിയിരിക്കുക. തീപ്പൊള്ളൽ, വീഴ്ച ഇവയൊക്കെ നമ്മൾ കരുതണം. എങ്കിലും ചന്ദ്രൻ ശുക്രനും ഒക്കെ അനുകൂലമാണ് ഇവിടെ. എങ്കിലും ഈ 4 പാപഗ്രഹങ്ങളുടെ പ്രതികൂലാവസ്ഥ മറികടക്കാൻ നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നേ പറ്റുള്ളൂ. ഒരു പരിധിവരെ ഇവർക്ക് ധനവരവുണ്ടാവും. പൊതുവെ മീനം രാശിക്ക് ദോഷാധിക്യമാണ് കാണുന്നത്. കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കാം. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 23, 24 തീയതികളിൽ രാവിലെ 4:55 AM മുതൽ 5:43 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 23, 24 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം. 23, 24 തീയതികളിൽ ഉച്ചയ്ക്ക് 12:09 PM മുതൽ ഉച്ചയ്ക്ക് 12:57 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 23, 24 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യം നൽകുക. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 23-ാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള. 24-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ. അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈൻസ് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനവുണ്ടാകുന്നതാണ്. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 23/3/2026 9 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 5, 2, 3, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 24/3/2026 1 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 6, 4, 2, 3, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.